താല്പര്യം കളർ താല്പര്യം. ഓക്കെ. വണ്ടി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മേജറായിട്ട് കാര്യമൊന്നുമില്ല. ചെറിയ ഗ്ലാസുകളുടെ റീപ്ലേസ് അല്ലാതെ. അതെ, അത്രേ ഉള്ളൂ. വേറെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. അതെ, വണ്ടി ഓൾറെഡി ഏകദേശം മൊത്തം ഒരു 99% വണ്ടി ഒക്കെ സെറ്റ് ആണ്. അപാകതയില്ല. നിങ്ങൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട്? അതെ, ഞങ്ങൾ മൊത്തം എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികളെല്ലാം എടുക്കാറ്. ഓക്കെ. കമ്പനിയിൽ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെയാണ് നമ്മളെല്ലാ വാഹനങ്ങളും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ട് കൊടുക്കും? അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. വണ്ടിക്ക് എന്താ ലൈവ് കണ്ടീഷൻ വണ്ടിന്റെ അത് നമ്മൾ കസ്റ്റമറായിട്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ട് അവർക്കും കൂടി തൃപ്തിപ്പെട്ടിട്ട് നമ്മൾ വാഹനങ്ങൾ ഇവിടുന്ന് കൊടുക്കുള്ളൂ. ഓക്കെ. ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 12,70,50,000 രൂപ കൊടുക്കാം. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണ്. അതെ, നമ്പറായ വണ്ടി. 12,75 അതെ, 12,45 നമുക്ക് വെറുതെ. എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടാവൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. മാക്സിമം നമ്മളോട് പറയുന്ന എല്ലാ വാഹനങ്ങളും നെറ്റ് പ്രൈസ് കസ്റ്റമർക്ക് തന്നെ മനസ്സിലാവും. ഒരു വാഹനം എടുക്കാൻ പോകുന്ന ആൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു പോർഷൻ എടുക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. അയാള് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ ഓരോ വണ്ടിയുടെ മോഡലിനനുസരിച്ചുള്ള വില. അപ്പൊ നമ്മൾ പറഞ്ഞ മാക്സിമം നെറ്റ് പ്രൈസ് തന്നെ പറയുന്നത്. എന്നാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഓക്കെ. 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതർ സ്റ്റേറ്റ് വണ്ടികളുടെ തീപാറുന്ന ഒന്നൊന്നര കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. പുതിയൊരു ഷോറൂമാണ്. ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ മോട്ടോർ വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് മുനീർ ഷാ. എന്തൊക്കെയുണ്ട്? സുഖമാണ്. നല്ല സുഖല്ലേ? കച്ചവടം എന്താണ്? കുഴപ്പമില്ല, അൽഹംദുലില്ലാ. കച്ചവടം നടക്കുന്നുണ്ട്. നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഷോറൂമായിട്ട് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. നമുക്ക് വീട്ടിലെ ആളുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ ഇവിടെ മാക്സിമം എത്ര വണ്ടികളുണ്ട്? ഇവിടെ നമുക്കൊരു 19 വണ്ടികളോളം ഉണ്ടാവും നിലവില്. 50ഓളം ഉണ്ട്. 50ഓളം വണ്ടികൾ. ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ഓഡി, ബെൻസ്, BMW, അതുപോലെ തന്നെ ചെറുവണ്ടികൾ. അതെ, എല്ലാം ഉണ്ടല്ലോ. മെയിൻ ഞങ്ങൾ ടൊയോട്ട അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ടൊയോറ്റന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ രാജാവ് വേറെ ആടുകളുണ്ട്, വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ ടൊയോട്ടയുടെ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ, ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ഇതുമേലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള ചെറിയ വണ്ടികളുണ്ട്. പിന്നെ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ പ്രീമിയം വണ്ടികളുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും. അതെ. പിന്നെ അത്യാവശ്യം വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളുള്ള വണ്ടികൾ നമ്മൾ പിന്നെ പാർക്കിംഗ് സെല്ലിനും വെക്കില്ല, നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യും. ഈ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉണ്ടാവുള്ളൂ അല്ല? മെയിൻ ഗ്ലാസ് ഉണ്ടാവും ചിലപ്പോ ചെറിയ രീതിയിൽ. ബമ്പർ, ഡോറ്, അതൊക്കെ മേജർ ആക്സിഡന്റും കാര്യങ്ങളുള്ള വണ്ടികൾ കൊടുക്കൂല. ടോട്ടൽ ലോസ്, അത് ഗ്യാരണ്ടി. അത് നമ്മുടെ ഷോപ്പിന്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ നിങ്ങൾ കസ്റ്റമർക്ക് ഇവിടെ വന്ന് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അതെ, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോകാം, വർക്ക്ഷോപ്പുകൾ കൊണ്ടുപോകാം. ഇപ്പൊ അല്ലാതെ തന്നെ ഒരുപാട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെക്കിങ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ വിളിച്ചു പോവാം. പല രീതിയിൽ ആൾക്കാർ അത് പോകുന്നുണ്ട്. പിന്നെ കാർ 24ന്റെ പ്രൊമോഷൻ എന്നല്ല അവരെ, അത് ഇവിടെ നമ്മൾ ഇവിടെ വന്നതാണ്. കാർ 24 അവർ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പലരും ഏത് രീതിയിൽ ആളുകൾക്ക് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വണ്ടി ചെക്ക് ചെയ്യാം. അതിന് വേണ്ട എന്താ സൗകര്യം നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. അതെ. ഓക്കെ. നോർമൽ ആയിട്ട് ഒരു വലിയ വാഹനം എത്ര മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്? സ്റ്റാർട്ടിങ് ഇപ്പൊ നമ്മള് ക്രിസ്റ്റയും ഫോർച്യൂണറാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് നിലവില്. കുറച്ച് ഒരു 17 ലക്ഷം രൂപ ലെവലിൽ, 18 ലക്ഷം. ഒരു ഇന്നോവ എടുക്കുകയാണെങ്കിൽ നോർമലി എത്ര സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടാവും? ഇന്നോവ എടുക്കാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 4-4.5 ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത്. 2010 മോഡൽ വണ്ടിയുണ്ട്. പിന്നെ അതിന്റെ മേലേക്ക് കാറ്റഗറി കൂടുതൽ 12 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, എല്ലാ മോഡലുകളും ഉണ്ട്. നിങ്ങള് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പൊ മാസം ഒരു 10-30ഓളം വണ്ടികൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ നമ്മള് സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 10 വരെയുള്ള എല്ലാ ഒക്ടോബർ ഇതിപ്പോ 4 4 ഒരാഴ്ചയുള്ളൂ. ഒരാഴ്ച, ഒരു 6 ദിവസം. എല്ലാ കസ്റ്റമർക്കും നമ്മൾ ഓരോ ഗോൾഡ് കോയിൻ ഓഫർ ചെയ്തിരുന്നു ഇവിടുന്ന് വണ്ടി എടുക്കുന്നു. അപ്പം പിന്നെ ആരെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, എല്ലാ രീതിയിലുള്ള വണ്ടികളും ഉണ്ട്. എല്ലാ വാഹനങ്ങൾക്കും നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഷോറൂമായിട്ട് ബന്ധപ്പെടുക. ഈ ഗോൾഡ് കോയിനും കരസ്ഥമാക്കുക, വണ്ടി എടുക്കുക. ഒരു അർപ്പണൊക്കെ ഉണ്ടോ? അത് കസ്റ്റമറായിട്ട് പറയാം. അപ്പോ പ്രേക്ഷകരുടെ എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ നമ്മൾ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ, അതായത് ചീനിക്കൽ എന്നാണ് നമ്മളെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ പുതിയൊരു ഷോറൂമാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. അതെ, വണ്ടിയിലേക്ക്. ഓക്കെ. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു ഓഫർ പ്രൈസിന് ഒരു ഇന്നോവ കാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ.
2010 മോഡല് ആ. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെറിയൊരു പൈസക്ക് കൊടുക്കുക. ഒരു 8 A സീറ്റ് വാഹനം. ആൾക്ക് ഇങ്ങനെ കൂളായിട്ട് പോകാൻ പറ്റും, സുഖസുന്ദരമായിട്ട് പോകാൻ അല്ല, പറ്റും. അതെ, ഊട്ടി മൈസൂർ കൊടൈക്കനാൽ പോലെ. എങ്ങനെ പോവാ. ഓക്കെ, എങ്ങനെയാണ് പിന്നെ വേറെ കുഴപ്പങ്ങളില്ല? ഇല്ല, മേജറായിട്ട് അപകടങ്ങളും ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു അപകടം ഇല്ല. ഇല്ല, മെക്കാനിക്കും ഒക്കെ ഫിറ്റ് ആണ്, മെയിൻ കുഴപ്പമൊന്നുമില്ല. ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും, മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ പിന്നെ കുഴപ്പമില്ല. 2010 മോഡലാണ്, G4 ആണ്. ആ. നിലവിൽ കേരളത്തിൽ നമ്പർ ആയിട്ടുണ്ട് വണ്ടി. ആയിട്ടുണ്ട്. എത്ര കൊടുക്കത്? കൊടുക്കുക, ആ. ചെറിയ പൈസന് കൊടുക്കുക. എത്ര കൊടുക്കും? ഇത് നമുക്ക് ഒരു 4.4 കൊടുക്കുക വേണ്ടി. 4.4 കൊടുക്കും അല്ലേ? അതെ, ഓക്കെ. അത് നല്ലൊരു പ്രൈസ് ആണ് ഈ 4.4. 2010 മോഡല് നിങ്ങൾക്ക് അറിയാം, ഒരു അൾട്ടോന്റെ വില ആവുന്നുള്ളത്. അതെ അതെ അതെ. വണ്ടി ഓക്കെ ആണെങ്കിൽ, അതായത് വണ്ടി ക്വാളിറ്റി ആണെങ്കിൽ ഈ വില നിങ്ങൾ പറഞ്ഞ വില കൂടുതലായിട്ടില്ല. ഇല്ല, വണ്ടി ക്വാളിറ്റി വണ്ടി അത്യാവശ്യം വണ്ടി ആണെങ്കിൽ കുഴപ്പമില്ല. അതെ അതെ, മെക്കാനിക്കും കാര്യങ്ങളും ഓക്കെയാണ്. 2010 ആണ്. പിന്നെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റും കാര്യങ്ങളും മേജർ ആയിട്ടൊന്നുമില്ല, അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ ബാണ വിളിച്ചോ, എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നോക്കോട്ടോ. MLA MP മന്ത്രി അതുപോലെ തന്നെ ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോട്ടോ. വൈറ്റ് ക്രിസ്റ്റയാണ് ഇവിടെ, 2 കളർ വൈറ്റ് ഉണ്ട്, ക്രിസ്റ്റൽ 2 ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവയിൽ ഒരു 4-5 പീസ് ഉണ്ട് അല്ലെ? അതെ അതെ, വൈറ്റ് കളർ. വൈറ്റ് ഇഷ്ടംപോലെ ഉണ്ട്, കുറെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നതാണ് വൈറ്റ്. ഒരു സ്റ്റാൻഡേർഡ് കളറാണ് ക്രിസ്റ്റലും ഇന്നോവയിലും. നിലനിൽപ്പുള്ള ഒരു കളറാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2016-17 മോഡലാണ്. ഓക്കെ, മാനുവൽ വണ്ടി അല്ല? മാനുവൽ, അതും 2.4 തന്നെയാണ്, നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഇല്ല. പറയുമ്പോൾ തന്നെ ഫ്രണ്ടില് ഇത് ടൈപ്പ് 2 ആണ് കേട്ടോ. അത് ടൈപ്പ് 3 ആണ്, ഇത് ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടോ? അത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, റീപ്ലേസ് ഉണ്ട്. ബാക്കി അത്യാവശ്യം ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല കുഴപ്പമൊന്നുമില്ല. അത് എടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിപ്പോ ചെയ്യാനില്ല. വണ്ടി എണ്ണ അടിച്ചു ഓടുക. ഓക്കെ, എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. എത്ര ആസ്ക്? ഇത് നമുക്ക് 12.4 കൊടുക്കാം. 12.4 കൊടുക്കാം. അതെ, റേസൺ ആയിട്ടുള്ള വണ്ടി. 17 റേസുള്ള 12.4 കൊടുക്കാം. 12.4 നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. അതെ, നമ്പർ ആയ വണ്ടി. ഓക്കെ, അപ്പൊ ലോൺ അത്യാവശ്യം ഒരു 10-15 ലക്ഷം റുപ്യ ലോണും കൊടുക്കാൻ പറ്റും. ലോണും കൊടുക്കാം. അതെ, കസ്റ്റമറെ അവരുടെ സിവിലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. എന്നാലും 15 ലക്ഷത്തിന് അടുത്ത് എന്തായാലും നമുക്ക് ലോണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ലോണിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലോണിന്റെ എങ്ങനെ കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ കേട്ടോ. അതെ, നമ്മളിപ്പോ എന്താ, നമുക്കിവിടെ ഓഫീസിൽ തന്നെ ഇത് ചെയ്യുന്ന ആളുണ്ട്, ബാങ്കിന്റെ ആളുകൂടെ ഉണ്ടാവാറുണ്ട്, സ്ഥിരമായിട്ടുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബാങ്കിന്റെ ആള് സ്ഥിരമായിട്ട് ആളുണ്ടാവും ഇവിടെ. അപ്പം പിന്നെ ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് അപ്പൊ തന്നെ നോക്കാം, അപ്പൊ തന്നെ അവരെ സിവിലും കാര്യം ചെക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ എത്ര ഫൈൻ, എത്ര ലോൺ കയറും എന്നൊക്കെ സ്പോട്ടിന് അറിയാൻ പറ്റും. ആ സ്പോട്ടിൽ തന്നെ കസ്റ്റമർക്ക് അത് പിന്നെ കൺഫേം ചെയ്തിട്ട് അത് ലാസ്റ്റ് ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ട് പോകാൻ പറ്റും. അതെ. വീണ്ടും ഇവിടെ ഒരു 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2013 മോഡലാണ്, 4x2 ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, പിന്നെ ഗ്രില്ല് ഗ്രില്ല് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. അതെ, പിന്നെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് പ്രത്യേകത വെച്ചാൽ വണ്ടിക്ക് ഇത് പേൾ വൈറ്റ് ആണ്. സാധാരണ കൂടുതലും ഫോർച്യൂണർ വരിക സൂപ്പർ വൈറ്റ് ഈ കളറുകളെ വരിക. ഓക്കെ, ഇത് പേൾ വൈറ്റ് ആണ്. അതൊന്നും കൂടി അട്രാക്ഷൻ കൂടും, വണ്ടി അട്രാക്ഷൻ കൂടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആൾക്കാർക്ക് ഒരു വലിയൊരു കമ്പം ഉണ്ടാവും. അതെ, ഈ കളറിനെ കുറിച്ച് ആളുകൾക്ക് കുറച്ച് താല്പര്യമുണ്ടാവും. ഓക്കെ, വണ്ടി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മേജറായിട്ട് കാര്യമൊന്നുമില്ല. ചെറിയ ഗ്ലാസുകളുടെ റീപ്ലേസ് അല്ലാതെ വേറെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. അതെ, വണ്ടി ഓൾറെഡി ഏകദേശം മൊത്തം ഒരു 99% വണ്ടി ഒക്കെ സെറ്റ് ആണ്. നിങ്ങൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട്? അതെ, ഞങ്ങൾ മൊത്തം എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികളെല്ലാം എടുക്കാറ്. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെയാണ് നമ്മളെല്ലാ വാഹനങ്ങളും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ട് കൊടുക്കും? അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. വണ്ടിക്ക് എന്താ ലൈവ് കണ്ടീഷൻ വണ്ടിന്റെ അത് നമ്മൾ കസ്റ്റമറായിട്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ട് അവർക്കും കൂടി തൃപ്തിപ്പെട്ടിട്ട് നമ്മൾ വാഹനങ്ങൾ ഇവിടുന്ന് കൊടുക്കുള്ളൂ. ഓക്കെ, ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 12,70,50,000 രൂപ കൊടുക്കാം. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണ്. അതെ, നമ്പർ ആയ വണ്ടി. 12,75 അതെ, 12.25 നമുക്ക് വെറുതെ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടാവൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. മാക്സിമം നമ്മളോട് പറയുന്ന എല്ലാ വാഹനങ്ങളും നെറ്റ് പ്രൈസ് കസ്റ്റമർക്ക് തന്നെ മനസ്സിലാവും. ഒരു വാഹനം എടുക്കാൻ പോകുന്ന ആൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു പോർഷൻ എടുക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. അയാള് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ ഓരോ വണ്ടിയുടെ മോഡലിനനുസരിച്ചുള്ള വില. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ മാക്സിമം നെറ്റ് പ്രൈസ് തന്നെ പറയുന്നത്. എന്നാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പോ വേണം വിളിച്ചോ. 2017 G4 മാനുവൽ 4. ഓക്കെ, കാര്യങ്ങളൊക്കെ ഇത് 1.80 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിൽ നമ്പർ വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റ് ഒന്ന് കയറിയിട്ടുണ്ടോ? ഇതിന് കൂടുതൽ നമ്മൾ ഇതാ ഫ്രണ്ട് നമ്പർ ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ആക്കിയതാണ് അല്ലേ? അതെ, ഷേപ്പ് മാറിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഇന്റീരിയർ വൃത്തി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാ ഭാഗം നോക്കണം.
ഉണ്ട്. അതെ അതെ. ഓക്കെ, ഇതില് വരുന്നത് ആ ക്രിസ്റ്റല് ഇതില് വരുന്നതാണ്. എല്ലാ ക്രിസ്റ്റലും ഉണ്ട്. G4 തൊട്ട് വേരിയന്റ് തൊട്ട് എല്ലാത്തിനും അലോയിൽ കാര്യങ്ങൾ ക്രിസ്റ്റല് റീപ്ലേസ് മെയിൻ ക്ലാസ് മറ്റും ഉണ്ടാവും അല്ലെ? ഇല്ല, ഇതിന് മെയിൻ ക്ലാസും റീപ്ലേസ് ഇല്ല. ഇല്ല ഇല്ല, ഇത് ഒരു റീപ്ലേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതെ, ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ. എത്രയാണ് ഇത് ആസ്ക്? ഇത് നമുക്ക് ഫൈനൽ 13,400 കൊടുക്കുക വേണ്ടി. 13,400 കേരള നമ്പറിൽ കൊടുക്കല്ലേ? 17 G4 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കാം. മാത്രം V ആണത്. G4 Z ആണ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്ന. ഇവിടെ നിങ്ങൾ ഒരു പരിചയപ്പെടുന്നത് V ഓപ്ഷൻ ആണ്. ഇത് എങ്ങനെയാണ് ബോസ് കാര്യങ്ങൾ? ഇത് 2017 മോഡലാണ്. 2017 V ഓപ്ഷന്. ഓക്കെ, ഇതും കേരള നമ്പറിൽ കൊടുക്കുന്ന വാനാണ്. നമ്പർ ആയിട്ടില്ല, ആക്കി കൊടുക്കാം. ഇതിപ്പോ നിലവിലായിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ എക്സ്റ്റീരിയറും ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അതെ അതെ. വേറെ പ്രത്യേകിച്ച് കസ്റ്റമർക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യാം, മറ്റുള്ള വണ്ടി പോലെ ഒന്നും ചെയ്യാനില്ല. തട്ടുമുട്ട് വർക്കൊന്നുമില്ല. ഇല്ല, മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. കൊടുക്കല് ഇത് നമുക്ക് ഒരൊറ്റ വില പറയുന്നോട്. ഇത് കൂട്ടാനും ഇല്ല കുറക്കാനും ഇല്ല. ഒറ്റ വില 17 മൈനസും ഇല്ല. അതെ, പ്ലസ് ഇല്ല മൈനസ്. ഒറ്റ നെറ്റ് വില വരുന്ന കസ്റ്റമർക്ക് എടുത്തു പോവാ. 14,90,000 രൂപയ്ക്ക് വണ്ടി 17 V കൊടുക്കാം നമുക്ക്. എത്ര? 14,90,000 രൂപ കേരള നമ്പറിൽ. 17 V ഓപ്ഷൻ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി മിയ അടിപൊളി. അതൊക്കെ മേലല്ലേ? അതെ. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2015 G4 ആണ്. ഓക്കെ, G4 അപേക്ഷിച്ചിട്ട് ഇതിന് നമ്മൾ എക്സ്ട്രാ അലോയില് കാര്യങ്ങള്, സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്കേറ്റിംഗ്, ആലോയ്സ്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ എക്സ്ട്രാ കുറെ കേറിയിട്ടുണ്ട് കേട്ടോ. അതെ, ബോഡി സ്റ്റിക്കർ കാര്യങ്ങള്, ബോഡി സ്റ്റിക്കർ ഒക്കെ ഉണ്ട്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ഫിറ്റ് അല്ലേ? ഫിറ്റഡ് ആണ്. ഒന്നും നോക്കാനില്ല. ഇല്ല, കണ്ണു ചിമ്മിട്ട് എടുക്കാം ധൈര്യമായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഏത് വണ്ടിയും കണ്ണു ചിമ്മിട്ട് എടുക്കാം. പിന്നെ കസ്റ്റമർ നോക്കുമല്ലോ. നമ്മളെ ഗ്യാരണ്ടി കൊടുക്കും. കണ്ണു ചുമ്പി എടുക്കാനുള്ള ഒരു ഗ്യാരണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുക്കും. കണ്ണു ചിമ്മി വണ്ടിയെ പറ്റി കാണൂലല്ലോ അല്ലേ? അത് പറയുമ്പോ അങ്ങനെ പറയണല്ലോ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുൾ ഓപ്പൺ ആണ്. എന്ത് കാര്യങ്ങളുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഒന്നും ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കച്ചവടം ചെയ്യൂല. അതാ പറഞ്ഞ കണ്ണു ചുമ്മി നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നമ്മൾ നോക്കും, അതിനുള്ള അവസരം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് നോക്കണല്ലോ. നോക്കാതെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇവിടെ നിന്നല്ല, ഏത് യൂസർ കാർ ഷോറൂമിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഫുൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്യണം, എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ സെക്കൻഡ് വാഹനങ്ങളാണ്, അത്യാവശ്യം റോട്ടുമിൽ കൂടി വാഹനങ്ങളാണ്. അപ്പൊ അതിന്റേതായ ചെറിയ അപാധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷോറൂമിൽ പുതിയ ഷോറൂം നിൽക്കുന്ന ഒരു കണ്ടീഷനെ പ്രതീക്ഷിക്കും ചെയ്യരുത് ആളുകൾ. ഈ മൊഞ്ച് കണ്ടിട്ട് കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട്. എന്താ ചെയ്യലെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും നോക്കൂല, പോയി എടുക്കും. അപ്പൊ അങ്ങനെ മാത്രമല്ല, വണ്ടിന്റെ മെക്കാനിക്കും കാര്യങ്ങളും മെക്കാനിക് തന്നെ. വണ്ടിന്റെ മെക്കാനിക് മെയിൻ ആയിട്ട് മേജർ ആക്സിഡന്റും കാര്യങ്ങളും. ആ ഒരു കാര്യത്തെ നമ്മൾ ഇവിടുന്ന് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് നമ്മൾ ഷോപ്പിന്റെ ഒരു ഗ്യാരണ്ടി വാറണ്ടി 10 ദിവസത്തെ ഇവിടുന്ന് ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ്, ഗിയർ ബോക്സിന്, എഞ്ചിന് നമ്മളൊരു 10 ദിവസത്തെ വാറണ്ടി കസ്റ്റമർക്ക് ഇവിടെ ഷോപ്പിന്റെ വാറണ്ടി കൊടുക്കും. 10 ദിവസം അവർക്ക് ചെക്ക് ചെയ്തിട്ട് എവിടെ പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും എഞ്ചിനോ ഗിയർ ബോക്സിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. വേറെ വണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് വേണമെങ്കിൽ ക്യാഷ് നമുക്ക് റീഫണ്ട് കൊടുക്കൂല്ലേ? അതെ. കേട്ടോ, വാറണ്ടി ഇവർ തന്നെ തരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്? ഇതിന്റെ വില പറഞ്ഞിട്ടില്ലല്ലോ. ഇത് 15 മോഡല് ഞാൻ പറഞ്ഞല്ലോ. അത്യാവശ്യം കയറി പിന്നെ അലവില് കാര്യങ്ങളെല്ലാം വില ഞാൻ 8,90,000 രൂപക്ക് നമുക്ക് വേണ്ടി കൊടുക്കും. 8,90,000 ലാസ്റ്റ് കൊടുക്കല്ലേ? അതെ, ഫൈനലാണ്. അതെ, മൈനസ് പ്ലസ് ഒന്നുമില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് 2016 മോഡലിൽ ഇന്നോവ അല്ലെ? 2016 മോഡൽ G4. പക്ഷെ റയർ ആയിട്ട് കിട്ടുന്ന സാധനം. 16 അങ്ങനെയൊക്കെ കിട്ടൽ കുറവാ. 16 കുറവ് തന്നെയാണ്. 14, 15 യാർഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, ഞാനിപ്പോ പല ഭാഗത്തൊക്കെ പോകുന്ന ആളല്ലേ, അപ്പൊ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെ, ശരി. അല്ലാതെ 16 കുറവ് തന്നെ കൂടുതലും. 16 പിന്നെ ക്രിസ്റ്റ ആയതിനു ശേഷം 16 ആളുകൾ പൊതുവെ ആ ടൈപ്പ് ലാസ്റ്റ് ടൈമിൽ വന്ന വണ്ടിയാണല്ലോ. ഓക്കെ, ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2016 G4 ആണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള നമ്പറിൽ KL10 മലപ്പുറം രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ആക്സിഡന്റും കാര്യങ്ങളും റീപ്ലേസുകളൊന്നുമില്ല. വണ്ടി വെൽ മെയിൻറ്റൈൻ ആണ്. അത്യാവശ്യം ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഇന്റീരിയർ ഭാഗത്തെല്ലാം നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ബോഡി സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് ഒരു ബമ്പർ പോലും ടച്ച് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9,400 കൊടുക്കാം. 9,400 കൊടുക്കാം. അത്യാവശ്യം ലോണും കയറ്റി കൊടുക്കാം. ഇന്നോവയില് ഒരു V ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബോസ്, ഇത് എങ്ങനെ മോഡൽ ചെയ്യുന്നത്? ഇത് 2015 V ആണ്. ഓക്കെ, നിലവില് സെക്കൻഡ് ഓണർഷിപ്പില് നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. KL10 നമ്പർ ആയിട്ട് മലപ്പുറം രജിസ്ട്രേഷൻ. കാര്യങ്ങളൊക്കെ എങ്ങനെ? 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ജെന്യുവിൻ ആയിരിക്കോ?
അത് ജെനുവിൻ ആണ്. എനിക്കൊന്നും ഓടിയിട്ടുണ്ടാവില്ല. നമുക്ക് ഹിസ്റ്ററി എടുത്തിട്ട് നോക്കാം കാര്യങ്ങൾ നിൽക്കാം. നിലവിൽ മീറ്ററിൽ 2 ലക്ഷം റീഡിംഗ് ആണ്. ക്വാളിറ്റി ഒക്കെ എന്ത് പാട്? ക്വാളിറ്റി ആക്സിഡന്റ് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസുകളും കുറവാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് നോക്കാം. ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 10,400 കൊടുക്കേണ്ടി. 10,400 കൊടുക്കല്ലേ? 15 V ആണ് കേട്ടോ. നമ്പർ കേരള നമ്പർ ആയിട്ട് കൊണ്ടുവേണ്ടി. 4x4 മാനുവൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത്? ഇത് 2011 മോഡലാണ്. ഓക്കെ. ഇതിപ്പോ നിലവില് 2011 മോഡൽ, ഈ ഒരു മോഡലല്ല വരും. അത് ശരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് അല്ല, 1 ലക്ഷം 1.5 ലക്ഷത്തോളം നമ്മൾ കൺവേർട്ടിന് ക്യാഷ് വരും ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അത് കൂടുതലും 4x4 മാനുവൽ ആണ്. കൂടുതലും ഓഫ് റോഡ് കാട്ടില കുന്നില മലയില അതിന് താല്പര്യം ആളുകളാണ് കൂടുതൽ ഈ വാഹനം എടുത്ത് പോകാറ്. അപ്പൊ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് ഒരു കാര്യമില്ല. മേജറുള്ള ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാം, മേജറുള്ള വണ്ടികൾ നമ്മളിവിടെ ഉണ്ടാവില്ല. മേജറുള്ള വണ്ടികൾ നമ്മൾ കൊടുക്കൂല കസ്റ്റമർക്ക്. അതെ, മെയിൻ ക്ലാസ് അങ്ങനെ ചെറിയ പിന്നെ സ്വാഭാവികമായിട്ടും സെക്കൻഡ് വാഹനങ്ങൾക്ക് വരുന്നൊരു കേസുകളാണ്, പ്രത്യേകിച്ച് പുറത്തെ വാഹനങ്ങൾക്ക്. അത് കൂടുതൽ എല്ലാ കസ്റ്റമർക്കും അറിയുന്ന കേസുമാണത്. ഇതൊക്കെ ഓട്ടം പിന്നെ ചോദിക്കണം. ഞാൻ ഓട്ടം ചില വണ്ടികൾക്ക് നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. ചിലതിന് ഓട്ടോമാറ്റിക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം പുറത്തെ വണ്ടികൾ കൂടുതലും അല്ല, നിങ്ങൾ കറക്റ്റ് ഓട്ടം ഉള്ള വാഹനങ്ങൾക്ക് മാത്രം കിലോമീറ്റർ പറഞ്ഞാൽ മതി. അതെ. പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കിലോമീറ്റർ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ആവശ്യക്കാർ വന്നിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതെ, അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ് ഇവിടുന്ന്. നമുക്ക് പിന്നെ കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടി ഹിസ്റ്ററി ഉണ്ടെന്ന് പറയും. അല്ലാത്ത നമ്മൾ കിലോമീറ്ററിൽ ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ ഏതൊരു കസ്റ്റമർക്കും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ടൊയോട്ട ഷോറൂം പോകണമെങ്കിൽ അങ്ങനെ പോവാം. അല്ല, നോർമൽ വർക്ക്ഷോപ്പുകൾ ഇവിടെ ഉണ്ട്, ഒരുപാടുണ്ട്, അവിടെ പോയി ചെയ്യാം. അല്ലാതെ തന്നെ വേറെ ചെയ്യുന്നുണ്ട്, കാർ 24 അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലും കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ എങ്ങനെ അവർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള നമ്മൾ ഭാഗത്തുനിന്നുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. സെഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2017 മോഡല് KL 55 നമ്പറാണ്. ഓക്കെ. തിരൂർ രജിസ്ട്രേഷനില്. പിന്നെ ഇത് വണ്ടി വെച്ചാൽ അതർ സ്റ്റേറ്റ് വണ്ടി തന്നെ കേട്ടോ. പക്ഷെ ഇതില് അതൊക്കെ അപേക്ഷ വ്യത്യാസം വെച്ചാൽ ഒരു റീപ്ലേസും ഇല്ല. വണ്ടി എടുത്തപ്പോ നല്ല ഷോറൂം കണ്ടീഷൻ. അതെ, സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി ഒരു റീപ്ലേസും കാര്യങ്ങളും ഇല്ല. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെഡ് ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഒരു സീറ്റിന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എന്താ വെച്ചാൽ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല, കളർ ഫെയ്ഡ് ആയിട്ടില്ല. ഭാഗത്തെ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി പരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതെ. ക്വാളിറ്റി എന്ന് വെച്ചാൽ അതിനേക്കാളും അതിന് മേലെ പെയിന്റിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതും ഇന്റർ കൂളർ വണ്ടിയാണ് കേട്ടോ. കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ? സാധാ എഞ്ചിനേക്കാളും കൂടുതൽ ഇന്റർ കൂളറിന് ഒരു 2 മൈലേജ് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മെയിന്റനൻസ് ഒക്കെ കമ്മി ഉണ്ടെന്നാ എല്ലാവരും പറയുന്നത്. എനിക്ക് വലിയൊരു അറിയില്ല. മെയിന്റനൻസ് പൊതുവെ ഇന്നോവക്ക് മെയിന്റനൻസ് കുറവ് തന്നെയാണ്. പിന്നെന്ന് വെച്ചാൽ ഇന്റർകൂളർ എന്ന് പറഞ്ഞത് നമ്മളെ കേരളത്തിൽ ഒരു വണ്ടി ഇന്റർകൂളർ സംഭവം തണുപ്പിക്കാനുള്ള ഒരു ഇതാണ്. ഇന്റർകൂളർ മീൻസ് എഞ്ചിന് തണുപ്പിക്കാനുള്ള പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അത് കൂടുതൽ നമ്മുടെ കേരളത്തില് ഒറിജിനൽ കേരള വണ്ടി ഒന്നും ഇന്റർകൂളർ ഇറങ്ങിയിട്ടില്ല. അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ മാത്രമേ ഇന്റർകൂളർ വരുന്നുള്ളൂ. അപ്പൊ അതിനെ ഇനി ഇവിടത്തേക്ക് കേരളത്തിലേക്ക് ഇനി ഇത് ആവശ്യമാണ്. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്നത് ഭയങ്കര ചൂട് കാലാണ്. അതെ. അതിന് പുറത്ത് തന്നെ പൊല്യൂഷൻ കുറക്കലും പിന്നെ ഇന്റർകൂളർ മൈലേജും കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ടും മൈലേജ് അതിന്റെ ഭാഗമായിട്ട് മൈലേജ് കൂടുതലുണ്ട്. 2 കിലോമീറ്റർ ഒക്കെ ലിറ്ററിൽ മാറ്റം വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ഇത് മോഡൽ എത്ര? ഇത് 2012 G4 ആണ്. പിന്നെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ അപാകതമൊന്നുമില്ല. ഇത് ആകട്ടെ ഒറിജിനൽ ടൈപ്പ് 3 തന്നെയാണ്. സാധാരണ കൂടുതലും എല്ലാവരും ടൈപ്പ് 4ലേക്ക് ആക്കുമ്പോൾ ഇത് നമുക്ക് ഒരു 6,25,000 രൂപ കൊടുക്കാം. 6,25,000 കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും വ്യത്യാസം? ചെറുതായിട്ട് എന്താണോ, നമ്മളെ ഓൺ വണ്ടികള് നമ്മള് മാക്സിമം പറഞ്ഞ വിലനേക്കാൾ പിന്നെയും കുറച്ച് കൊടുക്കും. ഇത് നമുക്ക് പാർക്കിംഗ് സൈഡിൽ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഇതിൽ മൈനസ് പ്ലസ് ഒന്നും ഇല്ല. മൈനസ് എന്തെങ്കിലും എന്നാൽ നമ്മളെ കസ്റ്റമറോട് പറഞ്ഞിട്ട് ഇതിനാളോട് പറഞ്ഞാൽ നമുക്കത് കുറച്ച് കൊടുക്കാൻ പറ്റും. കേരള വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഈ ഷോറൂമിൽ റയർ ആയിട്ടുള്ള ഒരു പീസാണ്. ഒറിജിനൽ കേരള ഒരേ പീസാണ് ഉള്ളത്. ഇത് 2012-13 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് നിലവില്. ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഇല്ല. നമ്മളത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഫിറ്റാണ്. എത്ര കൊടുക്കത്? 780 കൊടുക്കാം. 780 കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. കേരള വണ്ടിയാണല്ലോ. കേരള വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും വില ചോദിക്കുന്നത് കേട്ടോ.
അല്ല, കേരള വണ്ടിനെ ഇപ്പോ- അപേക്ഷിച്ചിട്ട് ഇത് കൂടുതലൊന്നല്ല. ആ. എന്നാലും നമുക്ക് ഇനി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായിട്ട് ഇത് റിന്യൂ അല്ല, ചെയ്ത് ഇപ്പൊ ഒരു കൊടുക്കും. റീ വണ്ടി ആണെങ്കിൽ ഇപ്പൊ ഒരു ലക്ഷമൊക്കെ താത്തിട്ട് പറയും. അതാത്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വ്യത്യാസം ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ടുള്ള ഒരു മാറ്റമാണെന്ന്. മോഡൽ തന്നെ ഇത് 2015 മോഡലാണ്. ഓക്കെ. ഇതും നമ്പറായ വണ്ടി തന്നെ കേട്ടോ, നമ്പറായ വണ്ടിയാണ്. നമ്മൾ ആയ വണ്ടിയാണ് കേരളത്തിൽ. കേരളത്തിൽ അതെ. ഓക്കെ. ഇത് 4x2 മാനുവൽ അല്ലേ? അതെ, 4x2 മാനുവൽ ആണ്. മാനുവൽ. ഓക്കെ. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? കാര്യം 2015 അത്യാവശ്യം കണ്ടില്ല, പിന്നെ കിറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ഫ്രണ്ടിൽ ചെയ്ത് അത് കൂടുതലും പിന്നെ GR-ന്റെ ഗ്രില്ല് കാര്യങ്ങള്. ഓക്കെ. ഏകദേശം ഈ വലിയ വണ്ടികളൊക്കെ എല്ലാം അതെ, ഫോർച്യൂണർ കൂടുതലും ആളുകൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഗ്രില്ലുകള്, ഈ ടൈപ്പ് ഫ്രണ്ട് മൊത്തത്തിലൊന്ന് പിന്നെ ഗ്രില്ലും കാര്യങ്ങളും മൊഞ്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. കാണാൻ ചേലുവാണോ അല്ലെ? അതെ, കാണാൻ ചേലുവാണോ. അല്ല, ഓരോരുത്തർ ആഗ്രഹിച്ചിട്ട് ഒരു വാഹനം എടുക്കല്ല. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ക്വാളിറ്റി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുള്ള മെറ്റീരിയൽ കൊണ്ട് ചെയ്ത. എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്റീരിയർ ഭാഗമല്ലോ, അവർക്ക് പ്രഷർ കണ്ടോട്ടെ. ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 12,70,000 നമുക്ക് ഈ വാഹനം കൊടുക്കാം. 15,75 നമ്പറായ വണ്ടി 4x2 മാനുവൽ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി. ഇവിടെ നല്ലൊരു അടിച്ചപൊളി മോഡൽ കൂടിയ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റയാണ്. എങ്ങനെയാണ് ബോസ് ഇത് മോഡൽ? ഇത് 2020 മോഡല് G4 മാനുവൽ ആണ്. ഓക്കെ. ഇതിനെന്താ പ്രത്യേകിച്ച് മറ്റുള്ള വണ്ടി അപേക്ഷിച്ചിട്ട് പക്കാ സർവീസുള്ള വണ്ടിയാണ്. പക്ക കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എല്ലാ പീരിയോഡിക് സർവീസ് എല്ലാ 10 ചെയ്തിട്ട് 1,15,000 കിലോമീറ്റർ 2025 വരെ വണ്ടി കമ്പനി കയറി ഇറങ്ങിയ വാഹനമാണ്. ഓക്കെ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അല്ലെ? സർവീസ് ടൊയോട്ട ഷോറൂമിൽ ചെയ്തിറങ്ങിയ വാഹനമാണ്. ആവശ്യക്കാർക്ക് PDF ആയിട്ട് അയച്ചു കൊടുക്കാം. ആവശ്യക്കാർക്ക് ചെക്ക് ചെയ്യാം. അവർക്ക് വന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി പോയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം പിന്നെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. Type 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സീറ്റ് കവർക്ക് അത്യാവശ്യം കോസ്റ്റ്ലി, അത്യാവശ്യം നല്ല ഇന്റീരിയർ സീറ്റും കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല. ഇല്ല, റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. റീപ്ലേസ് ഉള്ളൂ. പിന്നെ നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് അത്ര മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാന്ന് പറഞ്ഞു. ഫുൾ സർവീസ് കമ്പനിയിൽ കയറി ഇറങ്ങിയ വാഹനമാണ്. ഓക്കെ. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം മാത്രം എടുത്താൽ മതി. അതെ. എത്ര ആസ്ക്? ഇത് നമുക്ക് 16,000 രൂപ കൊടുക്കാം. 16,000 കൊടുക്കാം. അതെ. ഓക്കെ. 2020 ക്രിസ്റ്റയാണ്. പിന്നെന്ന് വെച്ചാൽ G4 എന്ന് വെച്ചാൽ G4 പ്ലസ് ആണ് വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വണ്ടിക്ക് ഓട്ടോ മിറർ ഫോൾഡിംഗ് ഉണ്ടാവും. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും. അതെല്ലാം ഈ 2020 മോഡൽ പ്ലസിൽ വരുന്നതാണത്. അത് ചില കസ്റ്റമർക്ക് അറിയാണ്ടാവില്ല. എല്ലാരും 17 16 രീതി ശരിക്കും പുറത്തുള്ള പിന്നെ കാര്യമില്ല. കാരണം എന്താ വെച്ചാല് ഇതില് ചെറിയ വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. പക്ഷെ ഇറങ്ങുമ്പോ നല്ല വില വ്യത്യാസം വണ്ടിമ കമ്പനി വരുന്നത്. അതെ. പിന്നെ 20 ചിലപ്പോ 15,000-ക്കും 16,000-ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ 16 രൂപ കൊടുക്കാന്ന് പറഞ്ഞത് ഇത് പക്കാ സർവീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലിയർ ആണ്. വണ്ടി ആർക്കും എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം. പിന്നെ G4 പ്ലസ് ആണ്. അതെ. പിന്നെ ഒന്നും ചെയ്യാലോ, വണ്ടി എടുക്കുന്ന ആൾക്ക് കൂടുതൽ നമ്മുടെ ഇവിടുന്ന് എടുക്കാൻ ഏത് വണ്ടിക്കും ഉണ്ടാവാറില്ല. ഒന്നും ചെയ്യണം, ജസ്റ്റ് വണ്ടി അവർക്ക് ഡീസൽ അടിച്ച് ഒന്ന് വാഷ് ചെയ്ത് ഓടാനുണ്ടാവുള്ളൂ. ഇത് അതുക്കും മേലെയാണ്. ഓക്കെ. കണ്ണ് ചിമ്മിയിട്ട് എടുക്കാം അല്ല? അതെ. അത്രയും പക്കം. ഇവിടെ ഒരു ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2016 മോഡലാണ്. 4x2 ഓട്ടോമാറ്റിക്. നമ്പർ മാറിയ വണ്ടിയാ? അതെ, കേരളത്തിൽ നമ്പർ ആയ വണ്ടിയാണ്. ആയിട്ടുണ്ട് അല്ലെ? എന്ത് വാർഡ് വണ്ടി? ഇത് റണ്ണിങ് 1.64 ആണ്. എല്ലാം സർവീസ് 64,000 കിലോമീറ്റർ 1,64,000 ഓടിയിട്ടുണ്ട്. അതെല്ലാം സർവീസ് കമ്പനി കയറി ഇറങ്ങിയ സർവീസ്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഒക്കെ അതെ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒറിജിനൽ സീറ്റ് കവറും കാര്യമൊക്കെ കമ്പനി തന്നെ സ്റ്റോക്ക് കണ്ടിന്യൂ സീറ്റും കവറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതെ. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 16 രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപ കൊടുക്കാം. 16,50,000 രൂപ ലാസ്റ്റ് ആണ്. ലാസ്റ്റ് അല്ല, അത് നമ്മൾ കൊടുക്കും. ഓക്കെ. 2016 2 വീൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. G4 അല്ല കേട്ടോ, V ആണ് ഓപ്ഷൻ വരുന്നത്. ഇവിടെ V ഓപ്ഷനിൽ വരുന്ന എത്ര വണ്ടികളുണ്ട്? V ഓപ്ഷനിൽ ഇപ്പൊ നമുക്ക് നിലവിൽ 3 വണ്ടികളുണ്ട്. 3 വണ്ടികളുണ്ട്. ഗ്രേ കളറിൽ ഒന്നുണ്ട്, പിന്നെ സിൽക്കി ഗോൾഡിൽ ഒന്നുണ്ട്, സിൽവറിൽ ഒന്നുണ്ട്. ഗ്രേ കളറിലും സിൽക്കി ഗോൾഡ് 2012 മോഡലാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാനെന്ന് വെച്ചാൽ ഈ V ഓപ്ഷന് ചില കസ്റ്റമർ ചോദിക്കുന്നു. അതെ, കൂടുതൽ ചില കസ്റ്റമർക്ക് V ആണ് താല്പര്യം. ആവശ്യക്കാരും ആൾക്കാർ ഒരു എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് V ഓപ്ഷൻ. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? മോഡൽ ഇത് 2012 V ആണ്. 1.70 ഓട്ടം. നിലവിൽ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. കേരള നമ്പർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. ഓക്കെ.
പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് 7,40,000 രൂപ കൊടുക്കല്ലേ? ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി. അതെ, വൃത്തിയുള്ള വണ്ടി, ഒന്നുമില്ല പെയിന്റിങ് ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിന് ചെയ്യില്ല. ഇന്റീരിയർ കാര്യങ്ങൾ, സീറ്റ് കവർ എല്ലാം ക്ലീൻ നീറ്റ് ആണ്, നല്ല ഭംഗിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 7,40 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഇവിടെ സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വി ഓപ്ഷൻ, അതും ഇന്റർ കൂളർ വാഹനമാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2012 V ആണ്. ഓക്കെ, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. കുറച്ച് എക്സ്ട്രാ ഫിറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഗ്രില്ല് കാര്യങ്ങൾ. അത് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലാണത്. സിൽക്കി ഗോൾഡ് ആണ്. ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കളറും കൂടിയാണ് സിൽക്കി ഗോൾഡ്. ഓക്കെ, അത്യാവശ്യം ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വൃത്തിയായിട്ട്. അതെ, സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ പുത്തനാണ്. വണ്ടിമേല് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര മോഡലാണ് വരുന്നത്? 12 V. 170 ഓടിയിട്ടുണ്ട്. നിലവില് കേരള നമ്പറിൽ 3 ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം നിൽക്കുന്നത്. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, മേജർ ആയിട്ട് റീപ്ലേസുകളൊന്നുമില്ല. മെയിൻ ക്ലാസ് സ്വഭാവം റീപ്ലേസ് ഉണ്ട്. ഇത് നമുക്ക് 7,30,000 രൂപ കൊടുക്കാം. 7,30 കൊടുക്കല്ലേ? അതെ. ഇവിടെ നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു ഫോർച്യൂണർ, അതും 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2014 മോഡലാണ്. 2014 4x2 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. പിന്നെ അത്യാവശ്യം പിന്നെ ഫിറ്റിംഗ്സ് കയറ്റിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? ഇത് TRD കിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ടൈപ്പ് ഉണ്ട്. ഒരു 10,40,000 രൂപയോളം വരും. ഇതിനല്ലേ? എക്സ്പെൻസീവ് ആണ്. അത്യാവശ്യം വണ്ടി വൃത്തി, ക്വാളിറ്റി, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം. ടോട്ടൽ എത്ര പൈസന്റെ ഫിറ്റിംഗ് കയറിയിട്ടുണ്ടാവും? ഇത് മാക്സിമം ഒരു 10,000 രൂപയുടെ ഫിറ്റിംഗ്സ് മാത്രം കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. അതെ. പിന്നെ വേറെ റീപ്ലേസ് ഉണ്ടോ വണ്ടി? മേജർ ഒന്നുമില്ല. ചെറിയ ഗ്ലാസ്, മെയിൻ ഗ്ലാസ് റീപ്ലേസ്, അങ്ങനെ അല്ലാതെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ. പിന്നെ എന്തായാലും 95% മേജർ. പിന്നെ കൂടുതലും വരുന്നത് നമുക്ക് റീപ്ലേസ് ആയിട്ടാണ് വരാറ്. ഇത് നിങ്ങൾ പിന്നെ നമ്പർ ആക്കി കൊടുക്കുക, അല്ല NOC കൊടുക്കുക? എല്ലാം നമ്മളോട് നമ്പർ ആക്കിയിട്ടാ കൊടുക്കുക. നമ്പർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. നമ്പർ ആക്കി നിങ്ങൾ പറഞ്ഞു കൊടുക്കും? അതെ, ആ റേറ്റിലെ പറയുള്ളൂ. ഇതിന്റെ ഒന്ന് പറഞ്ഞാൽ റേറ്റ്. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് കേരള നമ്പറിൽ 14,25,000 രൂപ കൊടുക്കുക വേണ്ടി. കേരള നമ്പർ ആക്കിയിട്ട് 14,25,000 രൂപ. ഇന്നോവ ക്രിസ്റ്റ ടൂറിംഗ് സ്പോട്ട്, എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? ഇത് 2017 മോഡൽ ടൂറിംഗ് സ്പോട്ട് ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ടൂറിംഗ് സ്പോട്ട് പറഞ്ഞാൽ റയർ പീസ് കൂടുതൽ ഇറങ്ങിയിട്ട് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനങ്ങളാണിത്. കൂടുതൽ 2 കളറാണ് വരുന്നത്. ഒന്ന് ഈ റെഡിലും വരുന്നുണ്ട്, ഒന്ന് വൈറ്റിലും വരുന്നുണ്ട്. ഓക്കെ, ഇത് വണ്ടി ആ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ, വണ്ടി എങ്ങനെ വന്നിരുന്ന ആ ടൂറിംഗ് സ്പോട്ട് ആ രീതിയിൽ തന്നെ, മാറ്റങ്ങളും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അല്ലല്ല, അതിന് ഈ സ്കേറ്റിംഗ്, സൈഡിലെ സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഫുൾ ഉണ്ട്. അതിന് കുറവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് വന്ന ആ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഓക്കെ, ഇത് നിങ്ങളുടെ അടുത്ത് ഒരു പീസേ ഉള്ളൂ, വേറെ ഉണ്ടോ? നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പീസ് ആണിത്. ഇപ്പൊ നിലവിൽ നിലവിലുള്ളതാണ് ഈ റെഡ് കളർ അല്ലേ? അതെ. ഓക്കെ, 16 മോഡലാണ്. 17 മോഡൽ. നമ്പർ ആയിക്കണോ? ഇത് നമുക്ക് കേരള നമ്പറിൽ കൊടുക്കാം. എല്ലാ വാഹനങ്ങളും, നമ്മൾ ഇവിടുന്ന് എല്ലാ വാഹനങ്ങളും കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അതെ. ഓക്കെ, എത്രയാണ് ഇത് ആസ്ക്? ഇത് നമുക്ക് 16,000 ചോദിക്കുന്നത്. അത് നമുക്ക് എന്താണോ, കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അതിനിപ്പോ ലാസ്റ്റ് നെറ്റ് പ്രൈസിന് 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 16 നെറ്റ് ആയിട്ട് കൊടുക്കാം. അതെ. ഓക്കെ. അപ്പോ ആവശ്യമാണെങ്കിൽ വന്ന് നോക്കി. വീണ്ടും നല്ലൊരു അടിച്ചാപ്പൊളി ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2016 2.8. ഓക്കെ, G4 ഓട്ടോമാറ്റിക് ആണ്. എന്താ പറയുക, ഇപ്പൊ ഓട്ടോമാറ്റിക് ക്രിസ്റ്റൽ ഇറങ്ങണില്ല, മാനുവൽ വണ്ടിയാണ് ഇറങ്ങുന്നത്. അതെ. അപ്പോ ഈ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് എന്തായാലും ടൈറ്റ് ഉണ്ടാവും അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഇത് 16 മോഡലാണ്. 2016 മോഡലാണ്. ക്രിസ്റ്റയുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ് 2016. തുടക്കം. അതെ, ആരംഭം. അതിൽ തന്നെ ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് ആണ്. 1.52 ആണ് വണ്ടി റൺ ചെയ്തത്. അതെ. അപ്പൊ നിലവില് കേരള നമ്പർ ആക്കിയിട്ടുണ്ട്. അതെ, വേറെ അപാകത ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് അപാകതകളൊന്നുമില്ല. മെയിൻ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ റീപ്ലേസ് മാത്രമേ ഉള്ളൂ. ഓട്ടം ജെന്യൂൻ ആണ്, കറക്റ്റ് ആണ്. പിന്നെ ഇന്റീരിയർ കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇപ്പൊ ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് ഇന്റീരിയർ സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അത് സ്റ്റോക്ക് കണ്ടീഷനുള്ള സീറ്റാണ്. സീറ്റ് ഒന്നും ആയിട്ടില്ല എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല. ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതന്നെയാണ്. ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നമുക്ക് നല്ല പ്രൈസിന് കൊടുക്കാം. ഓട്ടോമാറ്റിക് പൊതുവെ G4 കൂടുതൽ റയർ പീസാണ്. അതെ. ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കസ്റ്റമർക്ക് ഒരു 14,300 കൊടുക്കാം. 14,300. ഇവിടെ മോഡൽ കൂടിയ ഒരു ഇന്നോവ കാറാണ്, വൈറ്റ് കളറാണ്, ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത്? പിന്നെ ഇത് 2016 മോഡൽ G4 ആണ്. 16 മോഡൽ G4 ആണ്. ഇന്നോവന്റെ ലാസ്റ്റ്, ഇന്നോവ എന്നുള്ള വേരിയന്റ് ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ പൊന്നാര മുത്താണ് അല്ലെ? അതെ. എങ്ങനെയാണ് ഇത്? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം
മെയിൻറ്റെയിൻ ചെയ്ത ആ. വാനാണ്. നല്ല വണ്ടിയല്ലേ? അതെ 181 വണ്ടി റൺ ചെയ്തത്. റൺ ചെയ്തത്. നിലവിൽ കേരള നമ്പർ ആയിട്ടുണ്ട്. ആ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പൊ വണ്ടി നിലവിലുള്ളത്. ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല. ആ. ജിആറിന്റെ ഗ്രില്ല് കയറ്റിയിട്ടുണ്ട്. പിന്നെ മാട്രിക്സിന് ടൈൽ ലാമ്പ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് അത് അത്യാവശ്യം ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സീറ്റ് വർക്ക് കാര്യങ്ങള് എല്ലാം ഉണ്ട്. ചെയ്തതാണ്. അതെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല അതെ ക്ലീൻ ആണ്. ക്ലീൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 940 കൊടുക്കാം. 940 കൊടുക്കാം. അതെ 16 G4. 16 G4. അതെ. അപ്പൊ ബാണാകുമ്പോൾ വൈറ്റ് കളറിൽ വരുന്ന ഒരു ഇന്റർകൂളർ വാഹനമാണ്. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2012 G4 ആണ്. ഓക്കെ. ഇന്റർകൂളർ വാഹനം തന്നെയാണ്. ആ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കേരള നമ്പറിൽ ഇത് നമുക്ക് 6.25 കൊടുക്കാം. 6.25 കൊടുക്കാം. ഓക്കെ. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ ഒരു വാഹനം. നമ്പർ ആയത്. അതെ. ഓക്കെ. നെഗോഷ്യബിൾ ഇല്ലല്ലോ? നെറ്റ് പ്രൈസ് എന്തെങ്കിലും വീണ്ടും നമ്മൾ കുറച്ച് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുറച്ച് കൊടുക്കും. ഓക്കെ. അപ്പൊ ബാണം വിളിച്ചോ.